കുട്ടികളെ, അപ്പം ലാസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്, പ്രോബബിലിറ്റി. അത് നമ്മുടെ കോമ്പിനേഷൻ്റെ ഒക്കെ ഒരു ബാക്കിയായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ എടുക്കുവാണ്. പ്രോബബിലിറ്റി ചെറിയൊരു ചാപ്റ്ററാണ്, എളുപ്പമുള്ളതാണ്. നിങ്ങൾ ഈ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഒത്തിരി എണ്ണം നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആര് എപ്പോൾ ചെയ്താലും ഒരേ ആൻസറേ കിട്ടുള്ളൂ. ഏത് എക്സ്പെരിമെൻ്റ് ആണെങ്കിലും നിങ്ങൾ ആര് ചെയ്താലും അത് എപ്പോൾ ചെയ്താലും റിസൾട്ട് കറക്റ്റ് ആയിരിക്കും. റിസൾട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഏത് റിസൾട്ടാണ് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അങ്ങനെ അവിടെ നിങ്ങൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് മുഴുവൻ അങ്ങനത്തെയാണ്. എല്ലാത്തിൻ്റെയും ആര് ചെയ്യുന്നു എപ്പോൾ ചെയ്യുന്നു എന്നതിനൊരു പ്രസക്തിയില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബ്രോമൈഡിൻ്റെ പ്രസൻസ് ഉള്ള ഒരു സൊല്യൂഷൻ്റെ അകത്തേക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താൽ ഇതെല്ലാവർക്കും ഒരു ബ്രൗൺ പ്രസിപിറ്റേറ്റ് കിട്ടും. എല്ലാവർക്കും കിട്ടും. അത് ആര് ചെയ്താലും കിട്ടും, എപ്പോൾ ചെയ്താലും കിട്ടും. ഇനി ഞാനിവിടെ 1-2 എക്സ്പെരിമെൻറ്റ്സ് പറയാം. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഏതാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ചെയ്താൽ തന്നെ ഇപ്പം ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കണമെന്നില്ല രണ്ടാമത് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ടൊരു റിസൾട്ട് പറയാൻ പറ്റിയത്. പിന്നെ ത്രോയിങ് എ ഡൈ, നമ്മുടെ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമല്ലോ, പാമ്പും കോണി. അപ്പം അതിന് പറയുന്ന ആ കട്ടയ്ക്ക് പറയുന്ന പേരാണ് ഡൈ, DIE, ഡൈ. അതിൻ്റെ ആൻസർ ഏതാണെന്ന് പറയാൻ പറ്റുമോ? 1 തൊട്ട് 6 വരെ ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. 1 തൊട്ട് 6 വരെ ചാൻസസ് പറയാം. ടോസിങ് എ കോയിൻ ആണെങ്കിലും ചാൻസസ് പറയാം. ഹെഡ് ഓർ ടെയിൽ. ഹെഡിനെ H എന്ന് എടുക്കാം, ടെയിലിനെ T എന്ന് എടുക്കാം. H ഓർ T ഇതിലേതെങ്കിലും ഒന്നേ പറയാൻ പറ്റുള്ളൂ. H കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല, T കിട്ടുമെന്ന് പറയാൻ പറ്റിയില്ല, കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ല. പക്ഷേ ചാൻസസ് പറയാം. ഇപ്പം ത്രോയിങ് എ ഡൈ ആണെങ്കിലും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ 1 ആകാം, 2 ആകാം, 3 അങ്ങനെ 6 വരെ ആകാം. ചാൻസസ് പറയാം. അതുപോലെ സെലക്ടിങ് എ കാർഡ് ഫ്രം 52 കാർഡ്സ്, 52 കാർഡിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. അവിടെ നമുക്ക് കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റില്ല, ചാൻസസ് പറയാം. അങ്ങനെ കൃത്യമായിട്ട് ആൻസർ പറയാൻ സാധിക്കാതെ എന്നാൽ ചാൻസസ് പറയാൻ പറ്റുന്ന എക്സ്പെരിമെന്റ്സിന് പറയുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെന്റ്സ്. റാൻഡം എക്സ്പെരിമെന്റ്സ്. ഇനി നിങ്ങൾ ഏതൊരു റാൻഡം എക്സ്പെരിമെന്റ് ചെയ്താലും അതിന് റിസൾട്ട് ഉണ്ട്. കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിലും റിസൾട്ടുകളുണ്ട്, ചാൻസസ് ഉണ്ട്. ആ റിസൾട്ടിന് പറയുന്ന പേരാണ് റിസൾട്ട്സ് ഓഫ് ദ റാൻഡം എക്സ്പെരിമെന്റ്സ് ആർ കോൾഡ് ഔട്ട്കംസ്. ഔട്ട്കംസ് ഒറ്റ വാക്കാണ്. ഔട്ട് കമ്മെന്ന് രണ്ടായിട്ട് എഴുതുക, ഔട്ട്കംസ്. റാൻഡം എക്സ്പെരിമെന്റിന്റെ റിസൾട്ടിന് പറയുന്ന പേരാണ് ഔട്ട്കം. ഇപ്പം പല ഔട്ട്കംസ് കാണും. ഒന്നിലധികം ഔട്ട്കംസ് ഉണ്ട്, റിസൾട്ടുകൾ ഒന്നിലധികം ഉണ്ട്. പിന്നെ ഈ ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ സെറ്റിന്റെ ഒരു റിവിഷനാണ് കേട്ടോ. സെറ്റിന്റെ ഒരു റിവിഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഈ ചാപ്റ്റർ. റാൻഡം എക്സ്പെരിമെന്റ് അതിന്റെ റിസൾട്ട് നമ്മൾ പറയുന്ന പേരാണ് ഔട്ട്കം. ഇനി ഒരു പർട്ടിക്കുലർ റാൻഡം എക്സ്പെരിമെന്റ് എടുത്താൽ അതിന് ഒന്നിലധികം ഔട്ട്കംസ് ഉണ്ട്. ഔട്ട്കംസ് കൂടുതലുണ്ട്. എന്താണ് ആ ഔട്ട്കംസ്, ആ പോസിബിലിറ്റീസ് എല്ലാം, ആ ഔട്ട്കംസ് എല്ലാം ഒരു സെറ്റായിട്ട് എഴുതിയാൽ ആ സെറ്റിനെ പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ space, the set of all possible outcomes of a random experiment is called a sample space denoted by S. അപ്പം റാൻഡം എക്സ്പെരിമെന്റ് കൃത്യമായിട്ട് റിസൾട്ട് പറയാൻ സാധിക്കില്ല, പക്ഷേ ചാൻസസ് പറയാം. അതാണ് റാൻഡം എക്സ്പെരിമെന്റ്. ഇനി റാൻഡം എക്സ്പെരിമെന്റിന്റെ റിസൾട്ട്, ഓരോ റിസൾട്ടിനെ നമ്മൾ ഓരോ ഔട്ട്കംസ്. ഇനി ഈ ഔട്ട്കംസിന്റെ എല്ലാം കൂടെയുള്ള പോസിബിൾ കളക്ഷൻ, സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ് ഡിനോട്ടഡ് ബൈ S. ഈ സാമ്പിൾ സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രോബബിലിറ്റിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പിൾ സ്പേസ് എഴുതാൻ ചോദിക്കും. അപ്പോൾ 1-2 എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടോസിങ് എ കോയിൻ എടുത്താൽ സാമ്പിൾ സ്പേസ് S എന്ന് പറഞ്ഞാൽ സെറ്റിൻ്റെ അകത്ത് ഔട്ട്കംസ് എല്ലാം നമ്മൾ സെറ്റിൽ എഴുതും. ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഹെഡ് ആവാം H, അടുത്ത ഔട്ട്കം എന്ന് പറഞ്ഞാൽ T ആകാം, H-ഉം T-യും സെറ്റിൻ്റെ അകത്ത്. ഈ 2 പോസിബിൾ ഔട്ട്കമേ ഉള്ളൂ. സെറ്റ് H, T ഇതാണ് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കേസിലെ സാമ്പിൾ സ്പേസ്. സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് ടോസിങ് എ കോയിൻ, ആ കേസിലെ സാമ്പിൾ സ്പേസ് ആണ് H-T. ഇനി ഇവിടെ തന്നെ അടുത്തത് ടോസിങ് എ കോയിൻ. S എന്ന് പറഞ്ഞാൽ H, T. ഇനി 2 tossing 2 coins. 2 coins, 2 കോയിൻ ഒരുമിച്ച്
അത് വേറെ രീതിയിലും പറയാം കേട്ടോ. എ കോയിൻ ഈസ് ടോസ്ഡ് 2 times ഓർ എ കോയിൻ ഈസ് ടോസ്ഡ് 2 times. ഇങ്ങനെ രണ്ട് രീതിയിലും പറയാം. ടോസിങ് 2 coins എന്നും പറയാം, എ കോയിൻ ഈസ് ടോസ്ഡ് 2 times എന്നും പറയാം, രണ്ടും പറയാം. അങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്ത് 2 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആവുള്ളൂ. കംപ്ലീറ്റ് ആകുമ്പോൾ കിട്ടുന്നതാണ് ഒരു ഔട്ട്കം. അല്ലെങ്കിൽ ഒരു കോയിൻ തുടർച്ചയായിട്ട് 2 പ്രാവശ്യം ടോസ് ചെയ്യണം, അപ്പം അന്നേരം അത് കംപ്ലീറ്റ് ആവുള്ളൂ, അന്നേരം ഒരു ഔട്ട്കം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സാമ്പിൾ സ്പേസ് എസ് ഉണ്ട്. 2 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യില്ലേ, രണ്ടിലും റിസൾട്ട് കിട്ടാം. ഫസ്റ്റിലും ഹെഡ് കിട്ടാം, സെക്കൻഡിലും ഹെഡ് കിട്ടാം. ഇതാണ് ഒറ്റ ഔട്ട്കം. ഇനി ഫസ്റ്റിൽ ഹെഡ് കിട്ടുന്നു, സെക്കൻഡിൽ ടെയിൽ കിട്ടുന്നു, അടുത്ത ഔട്ട്കം. ഇനി ഫസ്റ്റിൽ ടെയിൽ കിട്ടുന്നു, സെക്കൻഡിൽ ഹെഡ് കിട്ടുന്നു, ഇനി രണ്ടിലും ടെയിൽ കിട്ടുന്നു. 4 ഔട്ട്കംസ് ഉണ്ട്. 4 ഔട്ട്കംസ് വരും. 2 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്താൽ 4 ഔട്ട്കംസ് വരും. ഇനി തന്നെ 3 കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. അപ്പം അടുത്ത 3 കോയിൻസാണ്. 3 കോയിൻസ് അല്ലെ 1 കോയിൻ ഈസ് ടോസ്ഡ് 3 times. എങ്ങനെ വേണമെങ്കിലും പറയാം. അവിടുത്തെ സാമ്പിൾ സ്പേസ് എസ് എന്ന് പറഞ്ഞാൽ 3ലും വരാം. ഹെഡ് 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 3 ഹെഡ് വരാം. പിന്നെ അപ്പം നമ്മൾ 3 ഹെഡുള്ളത് എഴുതി ഒരു ഓർഡറിൽ എഴുതിയാലേ മുഴുവൻ കിട്ടുള്ളൂ. 3 ഹെഡുള്ളത് എഴുതി ഇനി 2 ഹെഡും 1 ടെയിലും വരുന്ന എഴുതാം, 1 ഹെഡും 2 ടെയിലും വരുന്ന എഴുതാം, ഫുള്ള് ടെയിൽ ഹെഡ് ഇല്ലാതെ വരുന്ന എഴുതാം. അപ്പോൾ 3 ഹെഡ് എഴുതി ഇനി 2 ഹെഡും 1 ടെയിലും എച്ച് എച്ച് ടി. ഇനി ഇത് പല പല കോമ്പിനേഷൻ ഉണ്ട്, അതറിയാനായിട്ട് ടീയുടെ പൊസിഷൻ മാറ്റി മാറ്റി കൊടുത്താൽ മതി. ഇപ്പം ടി ലാസ്റ്റ് അല്ലേ, ടീയുടെ പൊസിഷൻ മാറ്റി മാറ്റി ഇടുക. ഇനി ടി സെക്കൻഡിലേക്ക് ഇടുക, ഇനി ടി ഫസ്റ്റിലേക്ക് ഇടുക. അപ്പം നമ്മൾ 3 ഹെഡ് എഴുതി 2 ഹെഡ് 1 ടെയിൽ എഴുതി. ഇനി 1 ഹെഡും 2 ടെയിലും അതും എഴുതാൻ എളുപ്പമാണ്. 1 ഹെഡും 2 ടെയിലും അല്ലേ, എച്ച് മാറ്റി മാറ്റി കൊടുത്താൽ മതി. ടി എച്ച് ടി ടി എ ടി എച്ച് അല്ല ടി എ ടി എച്ച് കണ്ടോ. 1 ഹെഡും 2 ടെയിലും, ഒരു ഹെഡിനെ മാറ്റി മാറ്റി കൊടുത്താൽ മതി. ഇനി ഹെഡ് ഇല്ലാത്തത് 3ഉം ടി വരുന്നത് കണ്ടോ. 8 ഔട്ട്കംസ് ഉണ്ട്, 8 ഔട്ട്കംസ് ഉണ്ട്. അപ്പോൾ 3 കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്താൽ 8 ഔട്ട്കംസ്. ഇനി 4 കോയിൻസ് 4 വരെ പഠിക്കണേ. ഈ 3 കോയിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 കോയിൻസ് ആദ്യം 4 ഹെഡ് വരുന്നത് എച്ച് 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 എച്ച്. ഇനി 3 ഹെഡും 1 ടെയിലും എച്ച് 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 ടി. ഈ ടി മാറ്റി മാറ്റി കൊടുത്താൽ മതി. ടി എച്ച് എച്ച്. ഇപ്പം ലാസ്റ്റിലെ ടി വന്നത്. ഇനി തേർഡില് സെക്കൻഡില് ഫസ്റ്റില് അങ്ങനെയാക്കുക. എച്ച് എച്ച് ടി എച്ച് എച്ച് ടി എച്ച് എച്ച് ടി എച്ച് എച്ച് എച്ച്. അപ്പോൾ ഒരു 3 ഹെഡും 1 ടെയിലുള്ളത് എഴുതി. ഇനി 2 ഹെഡും 2 ടെയിലും അത് വരുന്നതാണ് വെച്ചാൽ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ളത്. 2 ഹെഡും 2 ടെയിലും വരുന്നത് ശ്രദ്ധിച്ചേക്കണം. 2 ഹെഡും 2 ടെയിലും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഹെഡ് അവിടെ നിന്നോട്ടെ, അടുത്ത ഹെഡിനെ മാറ്റി മാറ്റി കൊടുക്കുക. ഫസ്റ്റ് ഹെഡ് അവിടെ നിർത്തിക്കൊണ്ട് സെക്കൻഡ് ഹെഡിനെ തേർഡിലേക്ക് ഇടുക. അപ്പം ടി എച്ച് ടി എന്ന് വരും. ഇനി ഈ കിടക്കുന്ന ഹെഡിനെ ലാസ്റ്റിലേക്ക് ആക്കുക. എച്ച് ടി ടി എച്ച്. ഇപ്പോൾ ഫസ്റ്റിലെ ഹെഡ് വരുന്ന ഫുൾ എഴുതി. ഇനി ഫസ്റ്റിലെ ഹെഡ് എഴുതാൻ പാടില്ല, ഫസ്റ്റിലെ ടെയിൽ എഴുതണം, ടി എഴുതണം. ബാക്കി 2 ഹെഡ് ഒരുമിച്ച് എഴുതുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഹെഡിനെ ഇവിടെ നിർത്തിക്കൊണ്ട് അടുത്ത ഹെഡിനെ മാറ്റുക. ടി എച്ച് ടി എച്ച്. അപ്പോൾ ഫസ്റ്റിലും ഹെഡുള്ളത് മുഴുവൻ എഴുതി, സെക്കൻഡിലും ഹെഡുള്ളത് മുഴുവൻ എഴുതി. ഇനി നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലും ഹെഡ് എഴുതാൻ പാടില്ല. ഫസ്റ്റിലും സെക്കൻഡിലും അപ്പം ടി ടി വരണം, എച്ച് എച്ച്. ഇനി ഇവിടെ മാറ്റാനൊന്നുമില്ല. അപ്പോൾ ഇത് 6 എണ്ണം ഉണ്ട്. ഇനി നമ്മൾ അപ്പം 4 ഹെഡ് 3 ഹെഡ് 2 ഹെഡ്. ഇനി 1 ഹെഡും 3 ടെയിലും എച്ച് ടി ടി ടി. ഈ എച്ചിനെ മാറ്റി മാറ്റി കൊടുക്കുക. ടി എച്ച് ടി 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 എച്ച് ടി 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 എച്ച്. അപ്പം 1 ഹെഡ് 3 ടെയിലുമായി. ഇനി ഹെഡ് ഇല്ലാത്തത് ടി കംപ്ലീറ്റ് ടി 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 കണ്ടോ. ഇതെന്നെ നോക്കുക 16 എണ്ണം ഇവിടെ വരെ പഠിച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഈ 4 എണ്ണം വരുമ്പോൾ അതിൽ 2 ഹെഡ് 2 ടെയിൽ വരുമ്പോഴാണ് നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ളത്. അത് 6 എണ്ണം ഉണ്ട്, അത് ശ്രദ്ധിച്ചെഴുതുക. ബാക്കിയൊക്കെ എഴുതാൻ എളുപ്പമാണ്. ഇനിയുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കാം. 1 കോയിൻ ടോസ് ചെയ്തപ്പോൾ 2 ഔട്ട്കം. 1 കോയിൻ ടോസ് ചെയ്തപ്പോൾ 2 ഔട്ട്കം. 2 കോയിൻ ടോസ് ചെയ്തപ്പോൾ 4 ഔട്ട്കംസ്. 3 കോയിൻ ടോസ് ചെയ്തപ്പോൾ 8 ഔട്ട്കംസ്. 4 കോയിൻ ടോസ് ചെയ്തപ്പോൾ 16 ഔട്ട്കംസ്. ഇങ്ങനെ പോയാൽ 5 കോയിൻ ടോസ് ചെയ്യുമ്പോൾ എത്ര വരും? 5 കോയിൻ ടോസ് ചെയ്യുമ്പോൾ
നോക്കോ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ് 8 ഇൻറ്റു 2 16. അപ്പം 5 വരുമ്പോൾ 32 വരും. അങ്ങനെയാണെങ്കിൽ n കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ n കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്താൽ ഔട്ട്കത്തിന്റെ എണ്ണം അറിയോ? നിങ്ങളത് കമ്പയർ ചെയ്താൽ 2 മീൻസ് 2 raised to 1, 4 മീൻസ് 2 സ്ക്വയർ, 8 മീൻസ് 2 ക്യൂബ്, ഇത് മീൻസ് 2 raised to 4, ഇത് 2 raised to 5 ആ. 5 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 raised to 5 വരും, 4 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 raised to 4 വരും. അങ്ങനെയാണ് n കോയിൻസ് ടോസ് ചെയ്താൽ 2 raised to n. ഈ 2 എന്ന് പറഞ്ഞാൽ ബേസ് എക്സ്പെരിമെന്റില് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 ഔട്ട്കംസ് ഇല്ലേ, ആ 2 raised to നമ്പർ ഓഫ് ട്രൈസ് 2 raised to n. ബേസ് എക്സ്പെരിമെന്റ് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 ഔട്ട്കം ആണ്, അതുകൊണ്ടാണ് 2 raised to 1. 2 raised to നമ്പർ ഓഫ് ടൈംസ്. n കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്താൽ 2 raised to n ഔട്ട്കംസ് ഉണ്ട്. ഇതൊന്ന് ഓർക്കുന്നോ, n കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്താൽ 2 raised to n ഔട്ട്കംസ് ഉണ്ട്. ഈ കോയിന് കണക്റ്റഡ് ആയിട്ടുള്ള സാമ്പിൾ സ്പേസ് എല്ലാം ക്ലിയർ ആയാലും പഠിച്ചോണം. ഇത് തേർഡ് അല്ലെങ്കിൽ എല്ലാം ഇമ്പോർട്ടൻ്റ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചോണം. ഇനിയുള്ളത് ഡൈയുടെ എക്സ്പെരിമെന്റ് ആണ്. ഡൈ ത്രോയിങ് എ ഡൈ, ഒരു ഡൈ എറിയും. ത്രോയിങ് എ ഡൈ, ഒരു ഡൈ എറിഞ്ഞാൽ സാമ്പിൾ സ്പേസ് എഴുതണം 1 2 3 4 5 6. 1 വരാം, 2 വരാം, അങ്ങനെ 6 വരെ വരാം ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ, ഒരു ഡൈ എറിയുമ്പോൾ. ഇനി ത്രോയിങ് 2 ഡൈസ്, അല്ലെ എ ഡൈ ഈസ് ത്രോൺ 2 ടൈംസ്, എങ്ങനെ വേണമെങ്കിലും പറയാം. രണ്ടാമത് ത്രോയിങ് 2 ഡൈസ്, ഡൈസ് എന്ന് പറയുമ്പോൾ DICE വരുവേ. ത്രോയിങ് 2 ഡൈസ്, 2 ഡൈസ് ഒരുമിച്ച് എറിയുന്നു. അപ്പോൾ സാമ്പിൾ സ്പേസ് S എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കമാണ്. രണ്ടിടത്തും വേണം, ഡൈ രണ്ടിലും വേണം. ഇപ്പൊ നമ്മള് 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ HH എന്ന് എഴുതിയല്ലോ, 2 ഡൈ എഴുതുമ്പോൾ 1 1 എന്ന് വേണം എഴുതാം. എഴുതുമ്പോഴുള്ള ഒരു പ്രശ്നമല്ലതാ, 1 H വെച്ചും പോലെ അല്ല 1 1 എന്ന് എഴുതുമ്പോൾ അത് 11 എന്ന് വായിക്കും. HHന്റെ പ്രശ്നമില്ല, 1 1 11 എന്ന് വായിക്കും. അതുകൊണ്ട് നമ്മൾ ഇതൊരു പെയർ ആയിട്ട് എഴുതണം. 1 1 ആകാം, 1 2 ആകാം, ഓരോന്നും കോമ ഉണ്ട്, 1 3 ആകാം. ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ 1 1 ആണ്. നമ്മൾ ഇങ്ങനെ 11 എന്ന് വായിക്കുമായിട്ടാണ് പെയർ ആയിട്ട് എഴുതുന്നത്. 1 3 1 4 1 5 1 6. ഫസ്റ്റിൽ 1 വരുന്നതല്ല വഴി. ഇനി ഫസ്റ്റിൽ 2 വരുന്നത് 2 1 2 2 നിങ്ങൾ മുഴുവൻ എഴുതിക്കോണേ. അങ്ങനെ 2 6 വരെ വരാം. എഴുതുമ്പോൾ നിങ്ങളത് ഫുൾ എഴുതിക്കോണം. നിങ്ങൾ ഒരുപാടുണ്ടെങ്കിലും സെറ്റ് സിമ്പിൾ തുടങ്ങുന്നിടത്ത് വരുന്ന ചെറുതായിട്ട് ഇടുക, അവസാനിക്കുന്നിടത്തും ചെറുതായിട്ട് ഇടുക. ഇനി 3 തുടങ്ങും, 3 1 തൊട്ട് ഫുൾ എഴുതിക്കോണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. സാമ്പിൾ സ്പേസ് അടുത്ത വർഷം ഒരുപാട് വേണ്ടതാണ്. 4 1 4 2 എക്സെട്ര 4 6 5 1 5 2 എക്സെട്ര 5 6. അങ്ങനെ 6 1 6 2 എക്സെട്ര 6 6. ഇത്ര ഔട്ട്കംസ് ഉണ്ട്. 1 1 തൊട്ട് 1 6 വരെ, 2 1 തൊട്ട് 2 6 വരെ, അങ്ങനെ 6 1 തൊട്ട് 6 6 വരെ. നോക്കി എത്ര ഔട്ട്കംസ് ഉണ്ട്. നമ്പർ ഓഫ് ഔട്ട്കംസ് നിങ്ങൾ തന്നെ നോക്കാം. നിങ്ങൾക്ക് 36 എണ്ണം. ഇനി നമുക്ക് അടുത്ത കേസ് വരുമ്പോൾ എഴുതാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഡൈ എറിയുമ്പോൾ 6 കിട്ടി, 2 ഡൈ എറിയുമ്പോൾ 36 വരും. അപ്പോൾ 3 ഡൈ എറിയുമ്പോൾ എത്ര വരുമായിരിക്കും? ഇൻറ്റു 6 വരും, 216 വരും. ഇത് 6 raised to 1 ആണ്, ഇത് 6 സ്ക്വയർ ആണ്, ഇത് 6 ക്യൂബ്. അപ്പോൾ n ഡൈസ് ഒരുമിച്ച് എറിഞ്ഞാൽ n ഡൈസ് വരുമ്പോൾ എത്ര വരും? 6 raised to n വരും. ഈ 6 എന്ന് പറഞ്ഞാൽ ബേസ് എക്സ്പെരിമെന്റ്. ഒരു ഡൈ എറിയുമ്പോൾ 6 ഔട്ട്കം. ഒരു ഡൈ നിങ്ങൾ എറിയുമ്പോൾ 6 ഔട്ട്കം കിട്ടും. അതുകൊണ്ടാണ് n ഡൈസ് എറിയുമ്പോഴത്തേക്കും 6 raised to n. കോയിന്റെ കേസിൽ ഒരെണ്ണം എറിയുമ്പോൾ 2 ആയി, അതുകൊണ്ട് 2 raised to n. ഡൈയുടെ കേസിൽ ഒരെണ്ണം എറിയുമ്പോൾ 6 ഔട്ട്കം ഉണ്ട്, അതുകൊണ്ടാണ് 6 raised to n ആണ്. 6 raised to n ഔട്ട്കംസ് ഉണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് ഈ സാമ്പിൾ സ്പേസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് ശരിക്കും പഠിക്കണം. ഓക്കെ, ഇനി റാൻഡം എക്സ്പെരിമെന്റ് പഠിച്ചു, ഔട്ട്കം പഠിച്ചു, സാമ്പിൾ സ്പേസ് പഠിച്ചു. ഇനി സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് സെറ്റാ, ആ എക്സ്പെരിമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സെറ്റാ. നമ്മുടെ സെറ്റ് ചാപ്റ്റർ സെറ്റ് പഠിച്ചില്ലേ? സെറ്റിൻ്റെ അകത്ത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിന് ഈക്വലൻ്റ് ആയിട്ട് വരും ഇവിടെ സാമ്പിൾ സ്പേസ്. അവിടുത്തെ സെറ്റും
പ്രോബബിലിറ്റി രണ്ടും ഏകദേശം സിമിലർ ആണ്. അതിൻ്റെ റിവിഷനാണ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സെറ്റിലെ യൂണിവേഴ്സൽ സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ സാമ്പിൾ സ്പേസ് വരും. സാമ്പിൾ സ്പേസ് ആണ് യൂണിവേഴ്സൽ സെറ്റായിട്ട് വരുന്നത്. അത് നോക്കാം. അതുകൊണ്ട് അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമ്പിൾ സ്പേസ്. ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് എഴുതി നമുക്ക് സാമ്പിൾ സ്പേസ് എസ് എഴുതാമല്ലോ. സാമ്പിൾ സ്പേസ് എസ് എഴുതിയാൽ അതിന് ഒരുപാട് സബ്സെറ്റുകളുണ്ട്, കുറേ സബ്സെറ്റുകളുണ്ട്. ഈ സബ്സെറ്റിന് പറയുന്ന പേരാണ് സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ്. എനി സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് ആൻ ഇവന്റ്. ഇവന്റ് സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിന് പറയുന്ന പേരാണ് ഇവന്റ്. ഇവന്റ് എനി സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് ആൻ ഇവന്റ്. അതിനകത്ത് നൾ സെറ്റ് ഫൈയും വരും, ഫുൾ സെറ്റ് എസും വരും. നൾ സെറ്റ് ഫൈയും വരും, ഫുൾ സെറ്റ് എസും വരും. അപ്പോൾ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ്. ഇനി പ്രത്യേക പല ടൈപ്പ് ഇവന്റ്സ് ഉണ്ട്. എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത ഇവന്റ് ഉണ്ട്, ഒരെലമെന്റ് ഉള്ള ഇവന്റ് ഉണ്ട്. ഒരെലമെന്റ് ഉള്ള ഇവന്റിനെ സിമ്പിൾ ഇവന്റ് എന്ന് പറയും. സിമ്പിൾ ഇവന്റ് അവിടുത്തെ സബ്സെറ്റിന് കറസ്പോണ്ട് ആയിട്ട് നമ്മൾ ഇവന്റ് എന്ന് പറയും. നമ്മുടെ സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറയും, ഇവിടെ ഇവന്റ് എന്ന് പറയും. സബ്സെറ്റിനാണ് ഇവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരെലമെന്റ് മാത്രമുള്ള ഇവന്റ്, ഒരെലമെന്റ് മാത്രമുള്ള സബ്സെറ്റ്, അതായത് ഒരെലമെന്റ് മാത്രമുള്ള ഇവന്റിനെ സിമ്പിൾ ഇവന്റ് എന്ന് പറയും. അല്ലാതെ കോമ്പോസിറ്റ് ഇവന്റ്, കോമ്പോസിറ്റ് ഒന്നിലധികം ഉള്ളത് കോമ്പോസിറ്റ് ഇവന്റ്. ഇനി നമ്മുടെ നൾ സെറ്റ് ഫൈവ് ഇല്ലേ, ഫൈവ് ഇതിന് പറയുന്ന പേരാണ് ഇമ്പോസിബിൾ ഇവന്റ്. ഇമ്പോസിബിൾ ഇവന്റ് ഇതൊരിക്കലും സംഭവിക്കത്തില്ല. നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്താൽ ഒരു ഔട്ട്കം ഉറപ്പായിട്ട് കിട്ടും. ഒരു ഔട്ട്കവും കിട്ടാതിരിക്കുന്നത്, ഒരു ഔട്ട്കം ഉറപ്പായിട്ട് കിട്ടും. ഫൈവ് ഒരിക്കലും വരികയില്ല. ഇമ്പോസിബിൾ ഇവന്റ് ആണ് ഫൈവ്, അതൊരിക്കലും വരികയില്ല. അപ്പോൾ ഫൈവ് ഈസ് കോൾഡ് ഇമ്പോസിബിൾ ഇവന്റ്. ഇമ്പോസിബിൾ ഇവന്റ്. അതുപോലെ നമ്മളൊരു റാൻഡം എക്സ്പെരിമെന്റ് നടത്തിയാൽ നമുക്കൊരു ഔട്ട്കം കിട്ടും. ആ ഔട്ട്കം ഉറപ്പായിട്ട് സാമ്പിൾ സ്പേസിലെ വരില്ല. സാമ്പിൾ സ്പേസിലെ ഔട്ട്കംസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് സാമ്പിൾ സ്പേസിന് പറയുന്ന പേരാണ് ഷുവർ ഇവന്റ്. സാമ്പിൾ സ്പേസ് എസ് ഈസ് കോൾഡ് ഷുവർ ഇവന്റ്. സാമ്പിൾ സ്പേസ് എസ് ഈസ് കോൾഡ് ഷുവർ ഇവന്റ്. അപ്പം ഇമ്പോസിബിൾ ഇവന്റ് ഫൈവ് ഒരിക്കലും സംഭവിക്കാത്തതാണ്. ഫൈവ് അതിന് ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയും. ഉറപ്പായിട്ടും കിട്ടുന്നതാണ് എസ് ഷുവർ ഇവന്റ്. ഒരു ഔട്ട്കം മാത്രമുള്ള സിമ്പിൾ ഇവന്റ്, ഒന്നിലധികം ഔട്ട്കംസ് ഉള്ള കോമ്പോസിറ്റ് ഇവന്റ്. കോമ്പോസിറ്റ് ഇവന്റ് ഇതാണ് ഇവന്റ്സിനെ സംബന്ധിച്ച് ബേസിക് ആയിട്ടുള്ള സംഗതികൾ. ഇനി നമുക്ക് ഓൾജിബ്ര ഓഫ് ഇവന്റ്സ്. നമ്മൾ സെറ്റ് പഠിച്ചപ്പോൾ സബ്സെറ്റും ഒക്കെ പഠിച്ചപ്പോൾ അവിടെ ഓപ്പറേഷൻസ് പഠിച്ചു, ഓൾജിബ്ര പഠിച്ചു. ഇവിടെയുണ്ട് ഓൾജിബ്ര ഓഫ് ഇവന്റ്സ്. അവിടെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്, ഓടിച്ച് പറഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ. ഓൾജിബ്ര ഓഫ് ഇവന്റ്സ് ഒന്നാമത്തേത് എയും ബിയും രണ്ട് ഇവന്റ്സ് തന്നാൽ, if A and B are two events, then we can define some events as follows. ഒന്നാമത്തേത് A or B. A or B. എയും ബിയും രണ്ട് ഇവന്റ്സ് ആണെങ്കിൽ A or B യും ഒരു ഇവന്റ് ആണ്. ആ ഇവന്റിനെ ഡിനോട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയോ? നിങ്ങൾ സെറ്റ് പഠിച്ച കാര്യം തന്നെ. Denoted by A union B. Denoted by A union B. The event A or B denoted by A union B. Which occurs if A occurs or B occurs. നമ്മളിവിടെ ടേംസ് ഒക്കെ വേറെ രീതിയിലാണ് പറയുന്നത്. അവിടെ എലമെന്റ് ബിലോങ്സ് ടു A യൂണിയൻ B, if A x belongs to A or x belongs to B. അങ്ങനെയാണ്. ഒന്നെങ്കിൽ എയിൽ വരണം അല്ലെങ്കിൽ ബിയിൽ വരണം. അതിനെ ഇവിടെ വേറെ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. The event A or B occurs എന്നുവെച്ചാൽ A or B യിൽ വരണം. If either A occurs or B occurs എന്നുവെച്ചാൽ ഒന്നെങ്കിൽ എയിൽ വരണം അല്ലെങ്കിൽ ബിയിൽ വരണം. നമ്മൾ ബിലോങ്സ് ടു പറയുന്നതിന് വരെ occurs എന്നുള്ള ടേം പറയുന്നതേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. The event A or B occurs if A occurs or B occurs. നമ്മൾ അവിടെ എഴുതുന്നത് പോലെ തന്നെ എഴുതുന്നു. A യൂണിയൻ ബി എഴുതാൻ പറഞ്ഞാൽ A യൂണിയൻ ബി മീൻസ് ഫുള്ളാണ്. എയും ഫുള്ള് വരണം, ബിയും ഫുള്ള് വരണം. A യൂണിയൻ ബി അവിടെ എങ്ങനെ എഴുതുക? എ ഫുൾ അങ്ങോട്ട് എഴുതുക, എന്നിട്ട് ബിയും ഫുൾ എഴുതുക. അപ്പം റിപ്പീറ്റ് ചെയ്യരുത്. ബിയിൽ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ എഴുതരുത്, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. അങ്ങനെ തന്നെ ഇവിടെ എഴുതുന്നത്. പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുള്ളൂ, ഒക്കേഴ്സ് എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. അപ്പം either A occurs or B occurs. ഒന്നെങ്കിൽ എയിൽ വരണം അല്ലെങ്കിൽ ബിയിൽ വരണം. രണ്ടിലും വന്നാലും കുഴപ്പമൊന്നുമില്ല. ഫുൾ എഴുതണം. എയും ബിയും ഫുൾ എഴുതുന്നു. അതാണ് A or B. ഇവന്റ് A or B. ഇനി രണ്ടാമത്തേത് പറഞ്ഞാൽ ഇവന്റ് A and B. A and B. A and Bയുടെ സിമ്പിൾ എന്നാ? ആൻഡ് വരുമ്പോൾ ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ പറയുമ്പോൾ രണ്ടിലും വരണം, എയിലും വരണം ബിയിലും വരണം. അത് തന്നെ ഇവിടെ പറഞ്ഞ ഇവന്റ് A and B occurs if both A and B occurs. രണ്ടും വരണം, എയും വരണം ബിയും വരണം. അതായത് എയിലും വരണം ബിയിലും വരണം. രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളതാണ് ഇന്റർസെക്ഷൻ വരുന്നത്. കോമൺ ആയിട്ടുള്ളത്. ഇപ്പൊ യൂണിയൻ എന്ന് പറയുമ്പോൾ ഫുള്ള് വരണം. എയും ഫുൾ എഴുതുന്നു, ബിയും ഫുള്ള് എഴുതുന്നു, റിപ്പീറ്റ് വരാത്ത രീതി.
ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് മാത്രം എഴുതുന്നു. കോമൺ അത് മാത്രം എഴുതുന്നു. അതാണ് ഇന്റർസെക്ഷൻ. എ ഇന്റർസെക്ഷൻ ബി. ഇനി മൂന്നാമത്തേത് നോട്ട് എ. നോട്ട് എ. നോട്ട് എയുടെ സിമ്പിൾ എ ഡാഷ്. എ കോംപ്ലിമെന്റ്. നിങ്ങൾ പഠിച്ച എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റിൽ വരണമെങ്കിൽ എയിൽ വരാത്തതല്ല എ കോംപ്ലിമെന്റ് വരും. എവിടുന്നാണ് എടുക്കേണ്ടത്? സാമ്പിൾ സ്പേസിൽ നിന്ന്. എയിൽ ഇല്ലാത്ത എല്ലാ എലിമെന്റ്സും സാമ്പിൾ സ്പേസിലേത് വേണം കേട്ടോ, ആണ് എ ഡാഷിൽ വരുന്നത്. എയിൽ വരാത്തതെല്ലാം എ ഡാഷിൽ വരും. സാമ്പിൾ സ്പേസിൽ നിന്ന് മിച്ചമുള്ളത് എയിൽ വരാത്തതെല്ലാം അങ്ങോട്ട് എഴുതിയാൽ മതി. എ ഡാഷ്. ഇതാണ് അടുത്ത ഇവന്റ് എ ഡാഷ്. ഇനി നാലാമത്തേത് എ ബട്ട് നോട്ട് ബി. എ ബട്ട് നോട്ട് ബിയും ഒരു ഇവന്റ് ആണ്. ഡിനോട്ട് ചെയ്യുന്നത് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിലുണ്ട് ബിയിലില്ല. എ ഒക്കേഴ്സ് ബട്ട് ബി ഡസ് നോട്ട് ഒക്കർ. എയിൽ വരുന്നു ബിയിൽ വരുന്നില്ല. അങ്ങനെയുള്ള ഇവന്റ്സ് ആണ് എ മൈനസ് ബിയിൽ വരുന്നത്. ഇതെല്ലാം നമ്മൾ സെറ്റിൽ എഴുതിയതാണ്. ഇത്രയും ഓപ്പറേഷൻസ് ആണുള്ളത്. എ ഓർ ബി, എയിലോ ബിയിലോ എവിടെയെങ്കിലും ഒരിടത്ത് വന്നാൽ മതി. എ യൂണിയൻ ബി എന്ന് ഡിനോട്ട് ചെയ്യും. എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി ഡിനോട്ട് ചെയ്യും. കോമൺ ആണ്. നോട്ട് എന്ന് വെച്ചാൽ എ ഡാഷ് കോംപ്ലിമെന്റ്. എയിലില്ലാത്തതെല്ലാം എ ഡാഷിൽ വരും. എ മൈനസ് ബി, എ ബട്ട് നോട്ട് ബി എന്ന് വെച്ചാൽ എ മൈനസ് ബി. എയിലുണ്ട് ബിയിലില്ല. എയിൽ നിന്ന് ബിയിലുള്ളതൊക്കെ കളഞ്ഞാൽ എ മൈനസ് ബിയിലുള്ളത് എഴുതാം. അത്രയും ഓപ്പറേഷൻസ് ആണ് നമുക്കുള്ളത് ഇവന്റ്സിനെ സംബന്ധിച്ച്. ഇനി അതിൻ്റെ കുറച്ച് ക്വസ്റ്റിനും കൂടെ ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് തീരും. പിന്നെ അത് പറഞ്ഞപ്പോൾ അവിടുത്തെ രണ്ട് പ്രത്യേകതരം ഇവന്റ്സ് ഉണ്ട്. അതുകൊണ്ട് പറയാം. ഡിസ്ജോയിന്റ് ഓർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. ഡിസ്ജോയിന്റ് ഓർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. ഡിസ്ജോയിന്റ് ഓർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. ഡിസ്ജോയിന്റ് ഇവന്റ്സ് അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. നമ്മൾ സെറ്റിൽ കൂടുതലും ഡിസ്ജോയിന്റ് എന്നാണ് പഠിച്ചത്. പക്ഷേ നമ്മളിവിടെ പ്രോബബിലിറ്റിയുടെ ഡിസ്ജോയിന്റ് എന്നുള്ള ടേം ഉപയോഗിക്കുന്നതിലും കൂടുതൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നുള്ള ഓർത്തിരിക്കുക. ഡിസ്ജോയിന്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എങ്കിലും പ്രോബബിലിറ്റി വരുമ്പോൾ അത് കൂടുതലും മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നുള്ള ടേമാണ് ഉപയോഗിക്കുന്നത്. അപ്പം രണ്ട് ഇവന്റ്സ് നമ്മൾ സെറ്റിന് പറയുന്ന ഇവന്റ്സ് എന്നാണ് പറയുന്നത്. ടു ഇവന്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഡിസ്ജോയിന്റ് ഓർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഡിസ്ജോയിന്റ് വേഗത കേൾക്കുമ്പോൾ തന്നെ അറിയാം, രണ്ടും രണ്ടായിട്ടിരിക്കണം. എയും ബിയും കോമൺ ആയിട്ടൊന്നും വരരുത്. രണ്ടും സെപ്പറേറ്റഡ് ആയിട്ടിരിക്കണം. അതാണ് ഡിസ്ജോയിന്റ് അല്ലെ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ രണ്ട് ഇവന്റ്സ് ഡിസ്ജോയിന്റ് ആവണമെങ്കിൽ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവണമെങ്കിൽ അതിൻ്റെ എ ആൻഡ് ബി, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഇമ്പോസിബിൾ ഇവന്റ് ആയ 5 വരണം. കോമൺ ആയിട്ടൊന്നും വരരുത്. കോമൺ പോയിന്റ്സ് ഇല്ലാത്ത ഇവന്റ്സ് ആണ്, കോമൺ ഔട്ട്കംസ് ഇല്ലാത്ത ഇവന്റ്സ് ആണ് ഡിസ്ജോയിന്റ് ഇവന്റ്സ് അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ ഒരെണ്ണം കൂടെ ഇവിടെ പഠിക്കാം. എക്സോസ്റ്റീവ്. EXHAUSTIV. എക്സോസ്റ്റീവ് ഇവന്റ്സ്. രണ്ട് ഇവന്റ്സ് എക്സോസ്റ്റീവ് ആവണമെങ്കിൽ അതിന് യൂണിയൻ എടുക്കുമ്പോൾ, ഫുൾ യൂണിയൻ എടുക്കുമ്പോൾ, എയും ബിയും കൂടെയുള്ള യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടണം. അപ്പോൾ യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടുന്ന ഏത് ഔട്ട്കത്തിന്, ഈ ഏത് ഇവന്റ്സിനെ നമുക്ക് എക്സോസ്റ്റീവ് ഇവന്റ്സ് എന്ന് പറയാം. അപ്പോൾ 2 ആകാം 3 ആകാം ഒക്കെ ആകാം. എന്താണെങ്കിലും ഫുൾ യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടുവാണെങ്കിൽ ആ ഇവന്റ്സിനെ എക്സോസ്റ്റീവ് ഇവന്റ്സ് എന്ന് പറയാം. 2 വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, 3 4 ഒക്കെ വരാം. എനിവേ യൂണിയൻ ഈസ് ദ സാമ്പിൾ സ്പേസ്. യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടിയാൽ എക്സോസ്റ്റീവും, ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ സെറ്റായ 5 കിട്ടിയാൽ എക്സ്ക്ലൂസീവ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സും ആയിരിക്കും. അപ്പോൾ അത് ആ ടേംസ് ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഡൈസ്ത്രോൺ എന്നൊക്കെ പറയാം. ഡൈസ്ത്രോൺ. രണ്ട് ഇവന്റ്സ് ഉണ്ട്. നമ്മൾ ഇവന്റ്സിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ സെറ്റിന് പേര് കൊടുക്കാറില്ല ABCD എന്നൊക്കെ. അപ്പോൾ ഇവന്റ്സിന് നമ്മൾ പേര് കൊടുക്കും സെറ്റ് പോലെ ABCD ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് കൊടുക്കണേ. ഇവിടെ ഒരു ഡൈസ് റോൾഡ്, ഒരു ഡൈ എഴുതുന്നു. പിന്നെ രണ്ട് ഇവന്റ്സ് ഇയും എഫും. ഇവന്റ് എ ബിയും തന്നെ പറഞ്ഞില്ല കേട്ടോ, ഇയും എഫും ഒക്കെ കൊടുക്കാം. രണ്ട് ഇവന്റ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇ എന്ന് പറയുന്ന ഡൈ ഷോസ് 4. ഇ എന്ന് പറയുന്ന ഡൈ ഷോസ് 4. ഡൈ ഷോസ് 4. എഫ് എന്ന് പറയുന്നത് ഡൈ ഷോസ് ഈവൻ നമ്പർ. ഡൈ ഷോസ് ഈവൻ നമ്പർ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ആർ ഇ ആൻഡ് എഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ആർ ഇ ആൻഡ് എഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്ന ക്വസ്റ്റ്യൻ.
മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എ ഡൈ ഈസ് റോൾഡ്, അതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. അപ്പോൾ നിങ്ങൾ സാമ്പിൾ സ്പേസ് എടുക്കണം. സാമ്പിൾ സ്പേസ് എസ് എടുക്കണം. ഒരു ഡൈ എറിയുന്ന കേസിലെ സാമ്പിൾ സ്പേസ് ഏതൊക്കെയാണ്? 1 ഡൈ ഈസ് റോൾഡ് എന്നാണ് ഒരു ഡൈ എറിയുന്നത്. അപ്പോൾ സാമ്പിൾ സ്പേസ് 1 2 3 4 5 6 ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് കിട്ടി. ഇനി നിങ്ങൾക്ക് ഇയും എഫും സെറ്റ് ആയിട്ട് എഴുതാം. ഇ എന്ന് പറയുന്നത് ഡൈ ഷോസ് 4 ആണ്, ഡൈ 4 കാണിക്കുന്നു. അപ്പൊ ഔട്ട്കം ഇക്കകത്ത് വരുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ്? 4 കാണിക്കണമെങ്കിൽ 4 മാത്രമേ വരാവുള്ളൂ. അപ്പം ഈ നമ്മൾ ഡൈ ഷോസ് 4 എന്നുള്ളത് സെന്റൻസ് ആയിട്ട് തന്നേക്കുന്നതിനെ സെറ്റ് ആക്കി എഴുതുക. 4 മാത്രമേ വരുള്ളൂ. ഇനി എഫ് നോക്കുക. എഫ് എന്ന് പറയുന്നത് ഡൈ ഷോസ് ഈവൻ നമ്പർ വരുന്നതെല്ലാം എഫിൻ്റെ അകത്ത് വരാം. ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. അപ്പൊ 2 എഴുതാം, 4 എഴുതാം, 6 എഴുതാം. അപ്പൊ ഈ എഫ് നമ്മൾ സെറ്റ് ആക്കി എഴുതി. ഇനി നമ്മളോട് ചോദിച്ചിരുന്നത് ഇ ആൻഡ് എഫ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നാണ് ചോദിച്ചിരുന്നത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ഈ ഇന്റർസെക്ഷൻ എഫ്, ഇന്റർസെക്ഷൻ 5 ആണ്. ഇവിടെ നിങ്ങൾ ഇന്റർസെക്ഷൻ കണ്ടുപിടിച്ച് നോക്കാം. ഈ ഇന്റർസെക്ഷൻ എഫ്, ഇന്റർസെക്ഷൻ മീൻസ് കോമൺ. ഇയിലും എഫിലും കോമൺ ആയിട്ട് ഇതേ 4 കോമൺ ആണ്, 4 ഉണ്ട്. അപ്പം 5 അല്ല, നോട്ട് ഈക്വൽ ടു 5 ആണ്. 5 കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇ ആൻഡ് എഫ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. 5 കിട്ടണമായിരുന്നു, 5 കിട്ടാത്തതുകൊണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, എ ഡൈ ഈസ് ത്രോൺ. ഒരു ഡൈ എറിയുക. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ സാമ്പിൾ സ്പേസ് എഴുതിക്കണം. ഡൈ ഈസ് ത്രോൺ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 ഡൈ ഈസ് ത്രോ, അതാ ക്വസ്റ്റ്യൻ. ഇനി ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ഇവന്റ്സ്. കുറെ ഇവന്റ്സ് തന്നേക്കുക, എന്നിട്ട് നമ്മൾ ഓരോ ഇവന്റ്സും എഴുതണം. ഓരോ ഇവന്റ്സിനെ സെറ്റ് ആക്കി എഴുതുക. ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ അതിനെ സെറ്റ് ആക്കി എഴുതാന്ന് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ എ എന്ന് പറഞ്ഞാൽ എ നമ്പർ ലെസ് ദാൻ 7. എ ഈക്വൽ ടു എ നമ്പർ ലെസ് ദാൻ 7. ഇതാണ് എ എന്ന് പറഞ്ഞ ഇവന്റ്. അപ്പൊ നിങ്ങൾ അതിനെ സെറ്റ് ആക്കി എഴുതണം. എ നമ്പർ ലെസ് ദാൻ 7. അതിനെ സെറ്റ് ആക്കി എഴുതിയാൽ എങ്ങനെ വരും? നമ്പർ ലെസ് ദാൻ 7, 7ൽ താഴെ വരുന്ന നമ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് എഴുതാം. 7ൽ താഴെ വരുന്ന നമ്പേഴ്സ് എഴുതുമ്പോൾ അത് എവിടെ നിന്ന് എഴുതണം? സാമ്പിൾ സ്പേസിൽ നിന്ന്. സാമ്പിൾ സ്പേസിൽ നിന്ന് എഴുതാം. സാമ്പിൾ സ്പേസിലെ 7 താഴെയുള്ള നമ്പേഴ്സ് എല്ലാം വരും അല്ലേ? 1 2 3 4 5 6 എല്ലാം 7ൽ താഴെയാണ് വന്നിരുന്നത്. അപ്പൊ അത് ഫുള്ള് നമുക്ക് എഴുതാം. എല്ലാം 7ൽ താഴെ ആയിരുന്നു, ഫുള്ള് എഴുതാം. അപ്പൊ നമുക്ക് എ കിട്ടി. എ നമ്മൾ എഴുതി. ഇനി ബി എന്ന് പറയുന്നത്, അടുത്ത ബി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആണ്. A number greater than 7. A number greater than 7. A number greater than 7 ആണ് B. അപ്പോൾ നമ്മൾ അതിനെ സെറ്റ് ആക്കി എഴുതുക. greater than 7 ആണ്. greater than 7 എന്ന് പറയുമ്പോൾ സാമ്പിൾ സ്പേസിലുള്ളത് എഴുതാവുള്ളേ. 7ൽ കൂടിയ എല്ലാ നമ്പറും കൂടെ എഴുതി വെച്ചേക്കരുത്. സാമ്പിൾ സ്പേസിൽ നോക്കുക. 7നെക്കാട്ടിലും കൂടിയ നമ്പറുകളുണ്ടോ? ഒന്നുമില്ല. അപ്പം അത് 5 വരും. B എന്ന് പറയുന്ന സെറ്റ് 5 വരും. അടുത്ത C എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. C എന്ന് പറഞ്ഞ a multiple of 3. 3യുടെ മൾട്ടിപ്പിൾ അപ്പോൾ ഏത് വരും? സാമ്പിൾ സ്പേസ് നോക്കുക. 3യുടെ മൾട്ടിപ്പിൾ 3 ഉണ്ട്, 6 ഉണ്ട്. 3 6. ഇനി D എന്ന് പറയുന്നത് a number less than 4 ആണ്. a number less than 4. a number less than 4. 4ൽ താഴെ വരുന്ന നമ്പേഴ്സ് നോക്കുക. 4ൽ താഴെ 1 2 3 ഉണ്ട്. 1 2 3. 4 എടുക്കാൻ പാടില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. ലെസ് ദാൻ 4 ഉള്ളൂ. 4ൽ താഴെ വരുന്ന എഴുതാൻ മതി. ഇനി ഇ എന്ന് പറഞ്ഞ ഈവൻ നമ്പർ ഗ്രേറ്റർ ദാൻ 4. ഇ എന്ന് പറഞ്ഞ ഈവൻ നമ്പർ ഗ്രേറ്റർ ദാൻ 4. 4ൽ കൂടിയ ഈവൻ നമ്പർ നോക്കുക. 4നെക്കാട്ടിലും വലിയ ഈവൻ നമ്പർ 6 മാത്രമേ ഉള്ളൂ. 6 മാത്രമേ ഉള്ളൂ. എഫ് എന്ന് പറഞ്ഞ എ നമ്പർ നോട്ട് ലെസ് ദാൻ 3. എ നമ്പർ നോട്ട് ലെസ് ദാൻ 3. ഇത് പലരെയും കൺഫ്യൂസിങ് ആക്കുന്നതാണ്. നിങ്ങളത് ശരിക്കും വായിച്ച് നോക്കണം. നമ്പർ നോട്ട് ലെസ് ദാൻ 3. നോട്ട് ലെസ് ദാൻ 3 എന്ന് വെച്ചാൽ 3യിൽ കുറയരുത്. 3യിൽ കുറയരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം 3യോ 3യിൽ കൂടുതലോ ആകാം. 3യിൽ കുറയരുത്. 3യിൽ കുറയരുതെന്ന് വെച്ചാൽ 1ഉം 2ഉം ആകാൻ പാടില്ല. അത്രേ പറഞ്ഞിട്ടുള്ളൂ. 3യിൽ കുറയുന്ന നമ്പേഴ്സ് 1ഉം 2ഉം അതാവരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. 3 തൊട്ട് എടുക്കാം. പലരും 3 അങ്ങ് വിട്ടുപോകും. 4 തൊട്ട് പലരും പറയാറുണ്ട്. 3 പറയില്ല. ശ്രദ്ധിച്ചാണ്. 3 തൊട്ടെടുക്കാം. 3 4 5 6. നമ്മൾ ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ഇവന്റ്സ്. ഇവന്റ്സ് നമ്മളെല്ലാം
സെറ്റ് ഡിസ്ക്രൈബ് ദ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ സെറ്റാക്കി എഴുതുക. ഇനി കൂടാതെ കുറേ സംഗതികൾ കണ്ടുപിടിക്കാനുണ്ട്. യൂണിയൻ, ഇന്റർസെക്ഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ ബി. എ യൂണിയൻ ബി, എ യൂണിയൻ ബി കാണണം. എ ഇന്റർസെക്ഷൻ ബി കാണണം. ബി യൂണിയൻ സി കാണണം. ബി യൂണിയൻ സി, ഇ ഇന്റർസെക്ഷൻ എഫ്. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഡി ഇന്റർസെക്ഷൻ ഇ, അങ്ങനെ കുറെ കാര്യങ്ങളും കൂടി ഉണ്ട്. അത് നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് അത് എഴുതാം. ആദ്യം എ യൂണിയൻ ബി. യൂണിയൻ മീൻസ് ഫുള്ള് സെറ്റ്. എയും ഫുൾ എഴുതണം, പിയും ഫുൾ എഴുതണം. ആദ്യം എ ഫുൾ എഴുതാം. എ എന്ന് പറയുമ്പോൾ 1 തൊട്ട് 6 വരെ. 1 2 3 4 5 6. ഇനി ബിയും ഫുൾ എഴുതുക. ബിയിലാണ് എഴുതാനൊന്നും ഇല്ല, അപ്പോൾ എഴുതണ്ട, അത്രേ ഉള്ളൂ. അല്ലെ തന്നെ 6 വരെ അല്ലേ സാമ്പിൾ സ്പേസിൽ. സാമ്പിൾ സ്പേസിൽ ഇല്ലാത്തൊന്നും എഴുതാൻ പാടില്ല. ഇനി എ ഇന്റർസെക്ഷൻ ബി. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ കോമൺ, എയിലും ബിയിലും കോമൺ. എയിൽ ഒരുപാടുണ്ട്, ബിയിൽ ഒന്നുമില്ല, കോമൺ ആയിട്ടപ്പോൾ ഒന്നുമില്ല, 5. ഇനി ബി യൂണിയൻ സി. ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ബി ഫുൾ എഴുതുക. ബിയിൽ എഴുതാൻ ഒന്നുമില്ല, അപ്പം ബി എഴുതണ്ട, സി ഫുൾ എഴുതുക. 3യും 6ഉം 3 6. ഇനി ഇ ഇന്റർസെക്ഷൻ എഫ്. ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഇയും എഫും കോമൺ. ഇയും എഫും, ഇയിലും എഫിലും കോമൺ. 6 ആണ് ഇയില്, എഫില് എത്രയുണ്ട്? കോമൺ ആയിട്ട് 6 ഉണ്ട്. ഇന്റർസെക്ഷൻ മീൻസ് കോമൺ 6. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? പി ഇന്റർസെക്ഷൻ എഫ്. ഇനി അടുത്ത കാണേണ്ട ഡി ഇന്റർസെക്ഷൻ ഇ. ഡി ഇന്റർസെക്ഷൻ ഇ. ഡി ഇന്റർസെക്ഷൻ ഇ. ഡിയും ഇയും, ഡിയും ഇയും കോമൺ ആയിട്ടുള്ളത്. ഡിയിലും ഇയിലും, ഡിയില് 1 2 3, ഇവിടെ 3 4 5 6, കോമൺ ആയിട്ട് 3 ഉണ്ട്, 3. ഇനി അടുത്തത് എ മൈനസ് സി. എ മൈനസ് സി. മൈനസ് എഴുതുമ്പോൾ എഴുതി ചെയ്യണം, അല്ലെ തെറ്റിപ്പോകും. എ ആദ്യം എഴുതുക. എ ഫുള്ളുണ്ട്. 1 2 3 4 5 6. മൈനസ് സി. സി എന്ന് പറയുന്നത് 3 6. ഇത് കണ്ടുപിടിക്കാനായിട്ട് രണ്ടാമത്തെ സെറ്റിൻ്റെ ഓരോന്നും എടുക്കുക. അത് ഫസ്റ്റ് സെറ്റിലുണ്ടേ ഫസ്റ്റിൽ നിന്ന് കളയണം. 3 ഫസ്റ്റ് സെറ്റിലുണ്ട്, അത് കളഞ്ഞേക്കാം. 6 ഫസ്റ്റ് സെറ്റിലുണ്ട്, അത് കളഞ്ഞേക്കാം. ഇനി ഫസ്റ്റ് സെറ്റിൽ മിച്ചം കിടക്കുന്നത് മാത്രം എഴുതുക. സെക്കൻഡ് സെറ്റിൽ നോക്കണ്ട. സെക്കൻഡ് സെറ്റിൽ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടി കളഞ്ഞേക്കാം. മിച്ചം കിടക്കുന്നത് ഇപ്പം 1 2 4 5. 1 2 4 5 റിമൈനിങ് ഇൻ ദ ഫസ്റ്റ് സെറ്റ്. അതാണ് ഈ മൈനസ്. മൈനസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെറ്റിൽ നിന്ന് സെക്കൻഡിലേതൊക്കെ കളഞ്ഞേക്കുക. എന്നിട്ട് ബാക്കി ഫസ്റ്റ് സെറ്റിൽ ബാക്കിയുള്ളത് മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡി മൈനസ് ഇ ആ. ഡി മൈനസ് ഇ. ഡി ആദ്യം എഴുതുക. ഡി എന്ന് പറയുമ്പോൾ 1 2 3 മൈനസ് ഇ എന്ന് പറയുമ്പോൾ 6 ഈക്വൽ ടു. ഇനി സെക്കൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് സെറ്റിലേത് കളഞ്ഞാൽ സെക്കൻഡ് സെറ്റ് 6 ആവും. അതവിടെ കളയാനില്ലല്ലോ, കളയാനില്ല. അപ്പം ഇത് ഫുള്ള് വരും. ഫസ്റ്റ് സെറ്റിൽ മിച്ചമുള്ളത് ഫുള്ള് വരിക. തിരിച്ച് ഇ മൈനസ് ഡി ആണെങ്കിൽ ഇത് ആദ്യം എഴുതണം, ഇത് രണ്ടാമത് എഴുതണം. കളയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് 6 മാത്രം വരും. അടുത്തത് എഫ് ഡാഷ്. എഫ് ഡാഷ്. എഫ് ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് എഫിന്റെ കോംപ്ലിമെന്റാ. എഫിൽ ഇല്ലാത്തതെല്ലാം എഴുതണം. ആ എഫ് നമ്മളിവിടെ മായിച്ചു പറഞ്ഞല്ലോ അല്ലേ? എഫ് എന്ന് പറയുന്നത് 3 തൊട്ട് 3 4 5 6 അല്ലായിരുന്നു. എഫ് ഡാഷ് എഴുതുമ്പോൾ എഫിൽ ഇല്ലാത്തതെല്ലാം സാമ്പിൾ സ്പേസിൽ എഴുതണം. എഫിൽ ഇല്ലാത്ത 1 എഫിലില്ല, സാമ്പിൾ സ്പേസിൽ വരുന്നൊക്കെ 1 എഫിലില്ല, അപ്പോൾ ഇവിടെ എഴുതാം. 2 എഫിലില്ല, അതും എഴുതാം. 3 4 5 6 എഫിലുണ്ട്, ഇത്രയേ ഉള്ളൂ എഫ് ഡാഷ്. എഫിൽ ഇല്ലാത്തതെല്ലാം എഴുതുക, എഫ് ഡാഷിൽ വരും. ഇനി വേണ്ടത് ഈ ഇന്റർസെക്ഷൻ എഫ് ഡാഷ്. ഈ ഇന്റർസെക്ഷൻ എഫ് ഡാഷ്. ഇയും എഫ് ഡാഷും ഇന്റർസെക്ഷൻ. ഇയിലാണ് 6 മാത്രമേ ഉള്ളൂ. എഫ് ഡാഷിൽ 1 2 കോമൺ ആയിട്ടൊന്നും ഇല്ല, 5. അപ്പം നമ്മൾ സെറ്റിൽ പഠിച്ച ഓപ്പറേഷൻസ് എല്ലാം അതേപടി ഒന്നുകൂടെ വന്നേക്കുവാണ്. നിങ്ങളത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ടു ഡൈസ് ആർ ത്രോൺ. 2 ഡൈ അറിയുക. 2 ഡൈസ് ആർ ത്രോൺ. എന്നിട്ട് എ ബി സി എന്ന് പറഞ്ഞ 3 ഇവന്റ്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ഈവൻ നമ്പർ ഓൺ ഫസ്റ്റ് ഡേ. ബി എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ഓഡ് നമ്പർ ഓൺ ഫസ്റ്റ് ഡേ. സി എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പം അത് ആദ്യം നമുക്ക് സാമ്പിൾ സ്പേസ് എഴുതാം. ത്രോയിങ് 2 ഡൈസാ. 2 ഡൈ ആണ് വരുന്നത്. ത്രോയിങ് 2 ഡൈസ്. ത്രോയിങ് 2 ഡൈസ് ആയത് സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ നിങ്ങൾ ഫുൾ എഴുതിക്കോണേ. 1 1 തൊട്ട് 1 6 വരെയുണ്ട്. 2 1 തൊട്ട് നിങ്ങൾ എക്സെട്ര എഴുതാൻ ഫുൾ എഴുതിക്കോണേ. 2 6 വരെ, അങ്ങനെ പോയി 6 6 വരെ ഉണ്ട്. 36 എണ്ണം നിങ്ങളൊന്ന് എഴുതിയേക്കുക. ആ ഈ സാമ്പിൾ സ്പേസ് എഴുതുന്നതിന് 1 മാർക്ക് ഉള്ളതാണ്. നിങ്ങൾ വിട്ട് കളയുന്നത് മുഴുവൻ എഴുതണം. 36 എണ്ണം എഴുതിയേക്കാം. ഇനി പറയുന്നത് എ ബി സി 3 ഇവന്റ്സ് തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു
ഏന്ന് പറഞ്ഞ ഈവൻ നമ്പർ ഓൺ ഫസ്റ്റ് ഡേ. ഈവൻ നമ്പർ ഓൺ ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേയിലെ ഈവൻ വരുന്നതെല്ലാം എഴുതാം. ഫസ്റ്റ് ഡേയിലെ ഈവൻ നമ്പർ വരുന്നത് ഫുൾ എഴുതാം. അപ്പോൾ സെക്കൻഡ് ഡേയിൽ എന്ത് വന്നാലും കുഴപ്പമില്ല, ഫസ്റ്റ് ഡേ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റില് ഈവൻ നമ്പേഴ്സ് വരണം. അപ്പം 2 ഫസ്റ്റിൽ വരാം, 4 ഫസ്റ്റിൽ വരാം, 6 ഫസ്റ്റിൽ വരാം. അത് ഫുൾ എഴുതാം. 2ൽ തുടങ്ങുന്ന എല്ലാം എഴുതാം. 21, 22 അങ്ങനെ 26 വരെ എഴുതാം. 2ൽ തുടങ്ങുന്ന. ഇനി 4ൽ തുടങ്ങുന്ന എഴുതാം. 41, 42 അങ്ങനെ 46 വരെ എഴുതാം. ഇനി 6ൽ തുടങ്ങുന്നത് എല്ലാം എഴുതാം. 61, 62 അങ്ങനെ 66 വരെ എഴുതാം. ഇതാണ് എ എന്ന് പറയുന്ന ഇവന്റ്. ഗെറ്റിംഗ് ഈവൻ നമ്പർ ഓൺ ഫസ്റ്റ് ഡേ. ഇനി ബി എന്ന് പറയുന്നത് ഗെറ്റിംഗ് ഓഡ് നമ്പർ ഓൺ ഫസ്റ്റ് ഡേ. ഗെറ്റിംഗ് ഓഡ് നമ്പർ. ബി എന്ന് പറയുന്ന ഓഡ് നമ്പർ ഓൺ ഫസ്റ്റ് ഡേ. ഇതിന്റെ ഓപ്പോസിറ്റ് വരും. ഫസ്റ്റിൽ ഓഡ് വരുന്നത്, ഓഡ് എന്ന് പറഞ്ഞാൽ 1ഉം 3ഉം 5ഉം, അത് ഫസ്റ്റിൽ വരുന്ന എല്ലാം എഴുതാം. അപ്പൊ നമുക്ക് 1ൽ തുടങ്ങുന്ന എല്ലാം 1, 1, 1, 2 എക്സെട്രാ 1, 6. ഇനി 3 തുടങ്ങുന്നത് 3, 1, 3, 2 എക്സെട്രാ 3, 6. ഇനി 5ൽ തുടങ്ങുന്നത് 5, 1, 5, 2 എക്സെട്രാ 5, 6. അതാണ് ബി. സി എന്ന് പറയുന്നത് ഗെറ്റിംഗ് സം ഓഫ് ദി നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. സി എന്ന് പറയുന്നത് സം ഓഫ് നമ്പേഴ്സ് ഓൺ ഡൈസ്, രണ്ട് ഡൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ രണ്ടിലും കിട്ടുമല്ലോ. അപ്പൊ 1, 3 എന്നൊരു ഔട്ട്കം കിട്ടിയാൽ അതിന്റെ സമ്മ് 1 + 3 4 വരും. അപ്പൊ അങ്ങനെയുള്ള സമ്മ് 5ഓ 5ൽ കുറവ് സമ്മ് വരുന്നത് എല്ലാം വരും. സമ്മ് നിങ്ങൾ ആലോചിക്കുക, ഏറ്റവും ചെറിയ ഔട്ട്കം 1 ആണ്. 1 ആണ് ഏറ്റവും ചെറിയ ഔട്ട്കം. അതിന്റെ സമ്മ് 2 വരും. ഏറ്റവും വലിയ ഔട്ട്കം 6, 6 ആണ്. അതിന്റെ സമ്മ് 12 ആണ്. അപ്പം 2 തൊട്ട് 12 വരെയാ സമ്മ് വരാവുന്നത്. സമ്മ് വരുന്ന 2 തൊട്ട് 12 വരെയ. പക്ഷെ നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്നത് സമ്മ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ സമ്മ് 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം. സമ്മ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 മീൻസ് സം ഈസ് 2, 3, 4, 5. അപ്പൊ ഇതെല്ലാം കണ്ടുപിടിക്കണം നമ്മള്. സം ഈസ് 2 വരുന്ന ഔട്ട്കംസ് ഏതൊക്കെ വരും? സം ഈസ് 2 എന്ന് പറയുമ്പോഴത്തേക്കും സെറ്റ് ആയിട്ട് എഴുതേണ്ട, ചുമ്മാ എഴുതിയാൽ മതി. 1, 1 മാത്രം. 1 + 1 അല്ലേ 2. സം ഈസ് 3, അത് സെറ്റ് ആയിട്ട് തന്നെ എഴുതേക്കാം. 3 വരണമെങ്കിൽ 1ഉം 2ഉം വരാം, തിരിച്ച് 2ഉം 1ഉം വരാം. സം ഈസ് 4, 1ഉം 3 വരാം. ആ ഓർഡറില്ല, 1, 2, 3 അങ്ങനെ ഓർഡറില്ല. 2 വരുമ്പോൾ 2 വരാം, 3 വരുമ്പോൾ 1 വരാം. 4 വന്നാൽ 0 വരണം. 4, 0 എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിലില്ല. സാമ്പിൾ സ്പേസിലുള്ളതേ എഴുതാവുള്ളൂ. സം ഈസ് 5 എന്ന് പറയുമ്പോഴത്തേക്കും 1 എടുക്കുമ്പോൾ 4 വരാം, 2 എടുക്കുമ്പോൾ 3 വരാം, 3 എടുക്കുമ്പോൾ 2 വരാം, 4 എടുക്കുമ്പോൾ 1 വരാം. ഇനി എടുക്കാൻ പറ്റിയല്ല. ഇത്രയും വരും. അപ്പൊ ഇതിലേത് വന്നാലും ഓക്കെയാ. സം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ ഇതിലേത് വേണമെങ്കിലും വരാം. സം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് സി എന്ന് പറയുമ്പോൾ ഇത് ഫുൾ എഴുതാം. ഇത് ഫുൾ എഴുതാം. സി നമുക്ക് സി ഈക്വൽ ടു സം ഓഫ് ദി നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നല്ലേ. സി നമ്മൾ സെറ്റ് ആയിട്ട് എഴുതുവാണേ. ആദ്യം 2 വരുന്നത് 1, 1. ഇനി 3 വരുന്നത് 1, 2, 2, 1. ഇനി 3 വരുന്നത് 4 വരുന്നത് 1, 3, 2, 2, 3, 1. ഇനി സം ഓഫ് 5 വരുന്നത് 5 വരുന്ന 1, 4, 2, 3, 3, 2, 4, 1. ഇത്രയും. എയും ബിയും സിയും നമ്മൾ സെറ്റ് ആയിട്ട് എഴുതി. ഇനി നമ്മളോട് കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഡിസ്ക്രൈബ് ചെയ്ത ഇവന്റ്സ്, കുറെ ഇവന്റ്സ് കണ്ടുപിടിക്കണം. A', നോട്ട് ബി, A or B, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. A', ആദ്യം A' എഴുതാം. A' ഈക്വൽ ടു A' എന്ന് പറയുമ്പോൾ എയിൽ ഇല്ലാത്തത് മുഴുവൻ എഴുതാം. എയിൽ ഇല്ലാത്തത് നമുക്ക് 1, 1 തൊട്ട് 1, 6 വരെ എയിലില്ല. അപ്പൊ അത് നമുക്ക് ഇവിടെ എഴുതാം. 1, 1 തൊട്ട് 1, 6 വരെ എഴുതാം. ഇനി 2, 1 തൊട്ട് 2, 6 വരെ ഇവിടെ ഉണ്ട്, അപ്പൊ എഴുതണ്ട. ഇനി 3, 1 തൊട്ട് 3, 6 വരെ ഇതിനകത്തില്ല, അതിവിടെ എഴുതാം. 3, 1, 3, 2 എക്സെട്രാ 3, 6. ഇനി 4, 1 തൊട്ട് 4, 6 വരെ അവിടെ ഉണ്ട്. 5, 1 തൊട്ട് 5, 6 വരെ ഇല്ല, അത് എഴുതാം.
6 1 തൊട്ട് അവിടെ ഉണ്ട്. ഇതാണ് എ ഡാഷ്. എ ഡാഷ് എന്ന് വെച്ചാൽ എ ഇല്ലാത്തത്. എ ഡാഷ് കാണുമ്പോൾ നിങ്ങൾ നോക്കാൻ ശരിക്കും പറഞ്ഞാൽ ബി ആ. അപ്പോൾ എ ഡാഷ് ഈക്വൽ ടു ബി എന്ന് എഴുതിയാലും മതി. ഇങ്ങനെ നീട്ടി പിടിച്ച് എഴുതണം നിർബന്ധമൊന്നുമില്ല, ബി എന്ന് എഴുതിയാലും മതി. ഇനി രണ്ടാമത്തേതാണ് നോട്ട് ബി. നോട്ട് ബി, നോട്ട് ബിയുടെ സിമ്പിൾ എന്നാ? ബി ഡാഷ്. ബിയിൽ ഇല്ലാത്തതൊക്കെ, ബിയിൽ ഇല്ലാത്തത് ബി നോക്കുക. 1 1 തൊട്ട് 1 6 വരെ ഉണ്ട്. 2 1 തൊട്ട് 2 6 വരെ ഇല്ല. അപ്പം 2 1 തൊട്ട് 2 6 വരെ എഴുതാം. 3 1 തൊട്ട് 3 6 വരെ ഇവിടെ ഉണ്ട്, എഴുതണ്ട. 4 1 തൊട്ട് 4 6 വരെ ഇല്ല. 4 1 തൊട്ട് 4 6 വരെ നമ്മൾ എഴുതാം. 5 1 തൊട്ട് 5 6 വരെ ഇവിടെ ഉണ്ട്. 6 1 തൊട്ട് ഇല്ല, 6 6 വരെ ഇല്ല. അപ്പം ഇത് നിങ്ങൾ നോക്കുക, ഇത് എ ആണ്. ബി ഡാഷിനെ എ എന്ന് എഴുതാം, അങ്ങനെ വേണം എഴുതാം. ഇതിനടുത്ത് എ ഓർ ബി. എ ഓർ ബി, എ ഓർ ബി സിമ്പിൾ എന്നാ? എ യൂണിയൻ ബി. ഇപ്പം എയും ഫുൾ എഴുതുന്നു, ബിയും ഫുൾ എഴുതുന്നു. എയും ഫുൾ എഴുതുക, ബിയും ഫുൾ. എയും ബിയും ഫുൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒന്നേ മുഴുവൻ അങ്ങ് എഴുതിയേക്കാം. എ ഫുൾ ആദ്യം എഴുതുക, ബി ഫുൾ അങ്ങ് എഴുതുക. അന്നേരം സാമ്പിൾ സ്പേസ് ഫുൾ കിട്ടും. എ യൂണിയൻ ബി ഇപ്പം എസ് എന്ന് എഴുതിയാലും മതി, അല്ലെ ഫുൾ എഴുതിക്കോണം നിങ്ങൾ. എയും ഫുൾ അങ്ങോട്ട് എഴുതുക, ബിയും ഫുൾ എഴുതുക. ഇനി അടുത്ത് എ ആൻഡ് ബി. എ ആൻഡ് ബി, എ ആൻഡ് ബിയുടെ സിമ്പിൾ എന്നാ? എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, എയിലും ബിയിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ട്? ഇവിടെ 2 1 തൊട്ടുള്ളതേ ഉള്ളൂ, ഇവിടെ അതില്ല. 4 1 തൊട്ടുള്ളത് ഇവിടെ ഇല്ല. 6 1 തൊട്ടുള്ളത് ഇവിടെ ഇല്ല. കോമൺ ആയിട്ട് ഒന്നുമില്ല. 5 വരും. ശരിക്കും പറഞ്ഞാൽ എയും ബിയും ഇന്റർസെക്ഷൻ 5 ആയതുകൊണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. യൂണിയൻ എസ് ആയതുകൊണ്ട് എക്സോസ്റ്റീവുമാണ്. അപ്പോൾ നിങ്ങളോട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള 2 ഇവൻറ്റ്സ് എഴുതാൻ പറഞ്ഞാൽ ഇതുപോലെ ഒരു സെറ്റിൽ എഴുതിയത് അടുത്ത സെറ്റിൽ എഴുതാതിരുന്നാൽ മതി. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള 2 ഇവൻറ്റ്സ് എഴുതാൻ വെറുതെ ചോദിച്ചത്. എ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 1 തൊട്ട് 1 6 വരെ എഴുതാം. ബി എന്ന് പറഞ്ഞാൽ 2 1 തൊട്ട് 2 6 വരെ എഴുതാം. അപ്പോൾ അത് കോമൺ ആയിട്ട് വരാത്ത രീതിയിൽ എഴുതിയാൽ മതി. ഇവിടെ എയും ബിയും ഡിസ്ജോയിൻ്റ് ആണ്, അതുപോലെ മ്യൂച്വലി എക്സോസ്റ്റീവ് ആണ്. എയും ബിയും യൂണിയൻ എടുക്കുമ്പോൾ എസ് കിട്ടിയാൽ എക്സോസ്റ്റീവ് ആണ്. പഠിച്ചു നോക്കുന്നുണ്ടോ? യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടിയാൽ എക്സോസ്റ്റീവ് ആണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് നോക്കുക, യൂണിയൻ സാമ്പിൾ സ്പേസ് ആണ്. എയും ബിയും എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് ആണ്. ഇന്റർസെക്ഷൻ 5 വന്നതുകൊണ്ട് എക്സ്ക്ലൂസീവ് ആണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഇനി ചോദിച്ചിരുന്നത് എ ബട്ട് നോട്ട് സി. എ ബട്ട് നോട്ട് സി. എ ബട്ട് നോട്ട് സി. അത് എഴുതുമ്പോൾ എയും ഫുൾ എഴുതണം, സിയും ഫുൾ എഴുതണം. എ എന്ന് പറയുമ്പോൾ 2 1 2 3 2 4 2 5 2 6 4 1 4 2 4 3 4 4 4 5 4 6 6 1 6 2 6 3 6 4 6 5 6 6. ഇതാണ് എ. മൈനസ് സി എഴുതുക. 1 1 1 2 2 1 1 3 2 2 3 1 1 4 2 3 3 2 4 1. മൈനസാ. ഇപ്പോൾ സെക്കൻഡ് സെറ്റിലെ ഓരോന്നും ഫസ്റ്റ് സെറ്റിലൂടെ കളഞ്ഞാൽ മതി. 1 1 ഇവിടെ ഇല്ല, 1 2 ഇല്ല, 2 1 ഇവിടെ ഉണ്ട്, അത് വെട്ടിക്കളയുക. 1 3 ഇല്ല, 2 2 ഉണ്ട്. 2 2 എഴുതാൻ വിട്ടുപോയി അല്ലേ? 2 2 ഉണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞു. ഇനി 3 1 ഇല്ല അവിടെ, 1 4 അവിടെ ഇല്ല, 2 3 ഉണ്ട്, 2 3 വെട്ടി. 3 2 ഇല്ല, 4 1 ഉണ്ട്, 4 1 വെട്ടി. ഫസ്റ്റ് സെറ്റിൽ മിച്ചമുള്ളതെല്ലാം എടുത്ത് എഴുതുക. അപ്പം മിച്ചമുള്ള എഴുതുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു 2 4 തൊട്ട് 2 6 വരെ 2 4 2 5 2 6. അത് 3 എണ്ണം ഉണ്ട്, വെട്ടിക്കളയാത്തതാണ്. 4 2 തൊട്ട് 4 6 വരെ ഉണ്ട്, 4 2 എക്സെട്ര 4 6 വരെ. 6 1 തൊട്ടുള്ള മുഴുവനുണ്ട്, 6 1 തൊട്ട് എക്സെട്ര 6 6. ഫസ്റ്റ് സെറ്റിൽ മിച്ചമുള്ളതാണ് മൈനസിൽ വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ അത് ചെയ്താൽ. പിന്നെ ഉള്ളത് ബി ഓർ സി. എ ബട്ട് നോട്ട് സി എന്ന് വെച്ചാൽ ഈക്വൽ ടു എ മൈനസ് സി എന്ന് എഴുതിക്കോണേ. എ ബട്ട് നോട്ട് സി വെച്ചാൽ എ മൈനസ് സി ആണ്. ഇനിയുള്ള ബി ഓർ സി. ബി ഓർ സി എന്ന് പറഞ്ഞാൽ ബിയും ഫുൾ എഴുതുക, സിയും ഫുൾ എഴുതുക. ബി ഓർ സി എന്ന് പറഞ്ഞാൽ ബി ഫുൾ എഴുതണം, ബി ഫുൾ എഴുതി സിയും കൂടെ. സി എഴുതുമ്പോൾ അത് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണേ, ബി ഓർ സി. ബി ഫുൾ എഴുതുക ആദ്യം. ബി ഫുൾ എന്ന് പറയുമ്പോഴത്തേക്കും 1 1 തൊട്ട് 1 6 വരെ, 3 1 തൊട്ട് 3 6 വരെ, 5 1 തൊട്ട് 5 6 വരെ ബി ഫുൾ എഴുതി. കൂടാതെ ഇനി സിയും കൂടെ ഫുൾ എഴുതാം. സി നോക്കുക, 1 1 നമ്മൾ എഴുതിയിട്ടുണ്ട്, എഴുതണ്ട. 1 2 ഇതിൻ്റെ അകത്തുണ്ട്,
2 1 എഴുതിയിട്ടില്ല, അപ്പം 2 1 കൂട്ടിച്ചേർത്തോണം. ഇല്ലാത്തത് കൂട്ടിച്ചേർത്താൽ മതി. 1 3 ഇതിനകത്തുണ്ട്, 2 2 ഇല്ല, അത് എഴുതി ചേർക്കണം. 3 1 ഇവിടെയുണ്ട്, എഴുതണ്ട. 1 4 ഇതിനകത്തുണ്ട്, 2 3 ഇല്ല, അപ്പം 2 3 എഴുതണം. 3 2 ഇവിടെ ഉണ്ട്, ഇതിനകത്തുണ്ട്. 4 1 ഇല്ല, ഇല്ലാത്തത് മാത്രം കൂട്ടിച്ചേർത്താൽ മതി. യൂണിയൻ എഴുതുമ്പോൾ ആദ്യത്തേത് ഫുൾ എഴുതുക, പിന്നത്തേത് എഴുതുമ്പോൾ ഏതെങ്കിലും എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മാത്രം കൂട്ടിച്ചേർത്താൽ മതി. ബി ആൻഡ് സി ഇന്റർസെക്ഷൻ. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത്, ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് 1 1 ഉണ്ട്, 1 2 ഉണ്ട്, 1 3 ഉണ്ട്, 3 1 ഉണ്ട്, 1 4 ഉണ്ട്, 3 2 ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കണേ ഫുൾ എഴുതണം, എക്സ്ട്രാ ഇടാതെ ഫുൾ എഴുതണം കേട്ടോ, ഇന്റർസെക്ഷൻ. അപ്പോൾ ഇങ്ങനെ നിങ്ങളത് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യുക. എളുപ്പമുള്ളതാണ്, സെറ്റിൻ്റെ അകത്ത് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം.